നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡാനിയൽ നാരോട്ടിസ്കി അദ്ദേഹത്തിൻ്റെ 15-ാം വയസ്സിൽ കളിച്ച ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ആർമേനിയൻ ചെസ് പ്ലെയർ ലെവോൺ ഗലോവൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിം നടന്നിരിക്കുന്നത് 2011-ലാണ്. ഈ ഗെയിമിൽ നാരോട്ടിസ്കി വൈറ്റ് സൈഡും ഗലോവൻ ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. അദ്ദേഹം G3 മൂവ് കൊണ്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കിങ്സ് ഫിംഗർ ടു ഓപ്പണിംഗ് എന്നും ബെങ്കോ ഓപ്പണിംഗ് എന്നും ഹംഗേറിയൻ ഓപ്പണിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഓപ്പണിംഗ് ആണ്. E4 മൂവ് കൊണ്ട് നേരിട്ട് സെന്റർ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഇനി ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് ഈ സെൻറ്ററിലേക്ക് കൺട്രോൾ കൊണ്ടുവരികയാണ് വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനുശേഷം നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗ് ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പല ഓപ്പണിങ്ങുകളിലേക്കും ഈ ഓപ്പണിങ്ങിനെ മാറ്റാനും കഴിയും. ഈ G3 മൂവിന് പിന്നിലെ ഉദ്ദേശം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ബ്ലാക്ക് ആദ്യത്തെ മൂവ് ചെയ്യുന്നത്. ആദ്യം തന്നെ D5 മൂവ് കൊണ്ട് E4 സ്കോറിലേക്ക് നേരിട്ടൊരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സെൻറ്ററിലേക്കുള്ള കൺട്രോൾ കൂടുതൽ സ്ട്രോങ് ആക്കുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തുപോലെ തന്നെ കാസ്റ്റിംഗിലേക്ക് പോകാം. എന്നാൽ വൈറ്റ് ഇവിടെ ആദ്യം D3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് ഈ നൈറ്റിന്റെ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്കും ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ സെന്ററിലെ രണ്ട് പോണുകളും വളരെ സ്ട്രോങ് ആണ്. വൈറ്റ് ആദ്യം അതിനെ ചലഞ്ച് ചെയ്യാണ്. E4 മൂവ് ചെയ്തുകൊണ്ട് D5 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ഈ നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം C6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റും ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം അടുത്ത ബിഷപ്പിനെ കൂടെ ഫിംഗർ ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം B3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ സെന്ററിലേക്ക് കൊണ്ടുവന്ന ശേഷം ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും ഈ ലൈറ്റ് സ്കോർ ബിഷപ്പിനെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ F8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് അഡ്വാൻസ് ആയിട്ട് നൈറ്റിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ആ ബിഷപ്പിനെ ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. അതുകൊണ്ട് ബ്ലാക്ക് ബിഷപ്പിനെ D7ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോകുന്നു. ഇപ്പോൾ വൈറ്റിന്റെ കിങ് ഉള്ള ഈ ഡയഗണൽ ഓപ്പൺ ആണ്. വൈറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ക്വീനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ക്വീനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഈ ക്വീൻ സൈഡിലേക്ക് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. ആദ്യം A5 മൂവ് ചെയ്യുന്നു. വൈറ്റ് A3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് വീണ്ടും F5 മൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത പോണിനെ കൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ ക്വീൻ സൈഡിലെ പോണുകൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണുകളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ഈ കിങ് സൈഡ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം F4 മൂവ് ചെയ്തുകൊണ്ട് E5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ആ പോണിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിന് നൈറ്റിനെതിരെ ബിഷപ്പ് വെച്ചും റൂക്ക് വെച്ചും അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് D4 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ F1ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ഇപ്പോൾ ഈ നൈറ്റിന് സേഫായിട്ട് മൂവ് ചെയ്യാൻ സ്ക്വയറുകളൊന്നുമില്ല. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാണ്. നൈറ്റിനെ H6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെയും നൈറ്റിനെയും ഫോർക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനെ വിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വിട്ടുന്നു. അതിനുശേഷം വൈറ്റ് E5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്ക് ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ വൈറ്റിനെ റൂക്ക് വെച്ച് ഈ F7 പോൺ ഇട്ടെടുക്കുക. നൈറ്റിനെതിരെ അറ്റാക്ക് ആണെങ്കിലും ആ പോൺ റൂക്കിന്റെ പിന്നിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം G5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ റൂക്കിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാം. അല്ലെങ്കിൽ ഈ റൂക്കും നൈറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ കിങ് സൈഡ് വീക്ക് ആക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം എടുക്കുകയാണ്. റൂക്കിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നതിന് പകരം റൂക്ക് ഉപയോഗിച്ച് D4 പോയിന്റ് എടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതും ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് തന്നെയാണ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് റൂക്കിനെ കൊണ്ടുവന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇവിടെ വൈറ്റിനുണ്ടായിരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂക്ക് നഷ്ടപ്പെട്ടതോടെ ബ്ലാക്ക് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിന്റെ ഡിസ്കൗണ്ട് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ആ ബിഷപ്പിനെ B2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ക്വീനെ D5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന്റെ നൈറ്റ് പിന്നിങ്ങിലായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ F4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് N% ആ പോണിനെ വിട്ടെടുക്കാൻ കഴിയും.
അതുകൊണ്ട് ബ്ലാക്ക് ആ പോണിന് ഒരു സപ്പോർട്ട് കിട്ടുന്നതിനായിട്ട് റൂക്കിനെ കൂടെ കൊണ്ടുവരാണ്. റൂക്കിനെ F8ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിന് വളരെ വലിയൊരു അറ്റാക്കിനുള്ള ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിന് കിട്ടിയിട്ടുള്ള ആ ചാൻസ് എന്താണെന്നും അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ എപ്പോഴും വൈറ്റിൻ്റെ ഈ നൈറ്റ് പിന്നിങ്ങിലാണുള്ളത്. എന്നാൽ ബ്ലാക്കിന് ഇവിടെ നൈറ്റ് വെച്ചും ആ F6ലേക്ക് കണ്ടുള്ളതാണ് വൈറ്റ് നേടുന്ന പ്രധാന പ്രശ്നം. വൈറ്റ് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H3 മൂവ്കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ പ്ലാൻ എന്താണെന്ന് ബ്ലാക്കിന് ശരിക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കുന്നതോടൊപ്പം ഒരു പോണിനെ കൂടെ ലാഭം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. നൈറ്റ് വെച്ച് E5 പോണിട്ടുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഓട്ടുമ്പോൾ ക്വീനെ വെച്ച് തിരിച്ചോട്ടാമെന്നാണ് ഇവിടെ ബ്ലാക്കിൻ്റെ പ്ലാൻ. എന്നാൽ ബ്ലാക്കിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് വൈറ്റിൻ്റെ അടുത്ത മൂവ് വരുന്നത്. അടുത്തായിട്ട് വൈറ്റ് നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കുന്നു. ഇതൊരു നൈറ്റ് സാക്രിഫൈസ് കൂടെയാണ്. ആ ക്വീൻ നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. വൈറ്റിന് ഈ നൈറ്റോടെ നഷ്ടമായതോടെ ബ്ലാക്കിന് 5 പോയിന്റുകൾ പൂർണ്ണമായും ലാഭം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. ആ മൂവ് എന്താണെന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണാം. ഇപ്പോൾ ഈ ക്വീനെതിരെ അറ്റാക്ക് ഉണ്ടെങ്കിലും ബ്ലാക്കിൻ്റെ ക്വീന് 2 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ക്വീൻ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീന് വെച്ച് F6 പോണിനെ ഇട്ടെടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വൈറ്റ് പലതരത്തിലുള്ള അറ്റാക്കുകളാണ് ലക്ഷ്യമിടുന്നത്. ബ്ലാക്ക് ഈ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുമ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. അതിനുശേഷം ബിഷപ്പും ക്വീനും വെച്ച് ഇവിടെ ഒരു ചെക്ക് മേറ്റിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ക്വീനും വെച്ച് G5 പോണിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കുക. അതിനുശേഷം റൂക്കിനെ കൂടെ F1ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയും ഒരു ചെക്ക് മേറ്റിനുള്ള സാധ്യതയുണ്ട്. ഈ 2 പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതിനായിട്ട് ക്വീനെ അറ്റാക്കിൽ നിന്നും D8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിലും ക്വീൻ വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. ഇപ്പോഴും ഇവിടെ ഒരു ചെക്ക്മേറ്റിനുള്ള സാധ്യതയുണ്ട്. ആ ചെക്ക്മേറ്റ് തന്നാനായിട്ട് ഇപ്പോൾ വേറെ നല്ല ഓപ്ഷനുകളൊന്നുമില്ല. ഈ പോൺ വെച്ച് ആ ഡയഗണൽ ക്ലോസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒന്നുകിൽ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരും. റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഈ പിന്നുപയോഗപ്പെടുത്തിക്കൊണ്ട് റൂക്ക് വെച്ച് തന്നെ ആ പോണിനെ കൂടെ ഇട്ടെടുക്കാം. അതിനുശേഷം ഇവിടെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആ റൂക്കിന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതിനായിട്ട് ബ്ലാക്ക് ക്വീനെ E8ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിനിപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം റൂക്കിനെ H6ലേക്ക് കൊണ്ടുവന്നാൽ മതി. ഈ റൂക്ക് ഇപ്പോഴും പിന്നിങ്ങിലായത് കാരണം റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്വീൻ വെച്ച് ക്വീനോട്ടാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ആദ്യം ബിഷപ്പ് വെച്ച് പോണൊട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് വരും. ഇപ്പോൾ റൂക്ക് വെച്ച് തൊട്ടാണെങ്കിൽ റൂക്ക് വെച്ച് തന്നെ തിരിച്ചൊട്ടിക്കൊണ്ട് വീണ്ടും ഇങ്ങനെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാതെ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം ഒരു ക്വീൻ എക്സ്ചേഞ്ചിനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടുത്ത ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ 3 സ്കോറുകളിലേക്കും പോകാൻ കഴിയില്ല. കിങ്ങിന് H6ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പിനെ G7ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കിങ്ങിനെ H5ലേക്ക് മൂവ് ചെയ്യണം. അങ്ങനെ H5ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ G6ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആവും. ആദ്യം ക്വീൻ G6ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോൾ എന്തായാലും H8ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് ക്വീൻ H7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും.